സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലേർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേർന്ന വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മാനസയും ഇടുക്കിയിൽ നിന്ന് ജോസൽ സെബാസ്റ്റ്യനുമുണ്ട്. ആദ്യം മാനസയിലേക്ക്. മാനസ, ഏറ്റവും ഒടുവിൽ വന്ന ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണ്? ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും അടക്കമുള്ള അലേർട്ടുകൾ നിലനിൽക്കുന്നത്? സംസ്ഥാനത്ത് അതിതീവ്ര മുന്നറിയിപ്പ് തുടരുകയാണ്. അതിതീവ്രമായി മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് നാളെ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. എങ്കിൽ കൂടിയും ഓറഞ്ച് അലർട്ടുകളാണ് മറ്റ് ജില്ലകളിൽ പ്രഖ്യാപിച്ചതെങ്കിൽ കൂടിയും ഈ റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും മഴ ലഭിക്കുക എന്ന നിഗമനത്തിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. അതിൻ്റെ സമാനമായാണ് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നിലവിൽ ഈ എല്ലാ കൺട്രോൾ റൂമുകളും സജ്ജമാണ്. റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ച എല്ലാ ജില്ലകളിലും അടിയന്തര സാഹചര്യം വന്നാൽ അത് സ്വീകരിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന നിർദ്ദേശങ്ങളടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇതുവരെയും ഈ സംസ്ഥാനത്ത് ഇല്ല. എങ്കിൽ കൂടിയും അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിക്കുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായാണ് സംസ്ഥാന ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മെയ് 31 കേരളത്തിൽ കാലവർഷം സജീവമാകുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ ഉള്ളത്. നിലവിൽ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചക്രവാത ചുഴിയുണ്ട്. അതോടൊപ്പം തന്നെ തെക്കൻ കർണാടക തീരങ്ങളിലും ഈ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദപാത്തി നാളെയോടെ രൂപപ്പെടും. അതിൻ്റെ സാഹചര്യത്തിൽ ന്യൂനമർദ്ദം അതിതീവ്രമാകുന്നതോടെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന നിഗമനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. ഇതിന് സാഹചര്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അതിതീവ്ര മഴ ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ സ്വാധീന ഫലമായാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അതോടൊപ്പം തന്നെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ താഴ്ന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടാം. മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടാകാം. അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയത്തിന് സാധ്യത കണക്കാക്കുന്നുണ്ട്. ഈ തീരദേശത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രാ വിലക്കുണ്ട്. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ രാത്രി യാത്ര നടത്തരുത് എന്നും നിർദ്ദേശമുണ്ട്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെയാണ് ഈ വിലക്ക് തുടരുക. അതോടൊപ്പം തന്നെ ഈ വടക്കൻ ജില്ലകളിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ന്യൂനമർദ്ദപാത്തി വടക്കൻ മേഖലകളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വീണ്ടും അലർട്ടുകൾ മാറാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. നിലവിൽ 23 വരെയുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. അതോടൊപ്പം തന്നെ അതിതീവ്ര മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കേരളത്തിൽ ഉള്ളത്. ശരി മാനസ.